വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പുനരുത്ഥാനത്തിനു ശേഷം ശിഷ്യന്മാർക്ക് മൂന്നാമത് പ്രത്യക്ഷനായ കർത്താവും ശിമോൻ പത്രോസും തമ്മിൽ നടന്ന ഒരു സംഭാഷണത്തിൻ്റെ ഭാഗമാണ് യോഹന്നാൻ 21:20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന വാഗ്ദാനം ലഭിക്കുന്നതും ഇവർ വള്ളവും വലയും ഉപേക്ഷിച്ച് കർത്താവിനെ അനുഗമിക്കുന്നതും. മാത്രമല്ല, തൻ്റെ രാജ്യത്തിൽ തൻ്റെ വലത്തും ഇടത്തും 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് ന്യായം വിധിപ്പാനുള്ള അധികാരവും വാഗ്ദാനം ചെയ്തിരുന്നു. യേശു ക്രൂശിക്കപ്പെട്ടതോടുകൂടി അവരുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടമായി. അവർ പഴയ വേലയിലേക്ക് മടങ്ങിപ്പോയി. പ്രതീക്ഷിച്ചത് ലഭിക്കാതെ വരുമ്പോൾ പഴയതിലേക്ക് തിരികെ പോയേക്കാം എന്ന് നാം ചിന്തിച്ചിട്ടില്ലേ? ഇത് തന്നെയാണ് പത്രോസിൻ്റെയും മറ്റ് ശിഷ്യന്മാരുടെയും ഇപ്പോഴത്തെ അവസ്ഥ. ഈ സമയം കർത്താവ് ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവരിൽ ഒരു പുതിയ ആരംഭത്തിന് തുടക്കം കുറിക്കുന്നു. ചോദ്യം പത്രോസിനോടാണ്. പത്രോസ് കർത്താവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞവനാണ്. മാനുഷികമായ ബലഹീനത നിമിത്തമാണ് അങ്ങനെ സംഭവിച്ചത്. മറ്റ് ശിഷ്യന്മാരെക്കാൾ കൂടുതൽ സ്നേഹമുണ്ടെന്നും പത്രോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മറ്റ് ശിഷ്യന്മാരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന കർത്താവ് ചോദിക്കുന്നത്. ഇവിടെ സ്നേഹം എന്നതുകൊണ്ട് ത്യാഗസമ്പൂർണമായ സ്നേഹമെന്നാണ് അർത്ഥം. ദൈവമക്കളുടെ ജീവിതത്തിൽ എക്കാലവും ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. പത്രോസ് കർത്താവിന് നൽകിയ മറുപടി, കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. പത്രോസിൻ്റെ ഈ മറുപടിയിൽ ത്യാഗം സഹിച്ച് നിന്നെ സ്നേഹിക്കുവാൻ ഞാൻ തയ്യാറാണ് എന്ന അർത്ഥം. ഈ മറുപടിയെ തുടർന്നാണ് തൻ്റെ ആടുകളെ, അതായത് ദൈവജനത്തെ പരിപാലിക്കുന്നതിനുള്ള നിയോഗം പത്രോസിന് നൽകുന്നത്. ത്യാഗം സഹിച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുക, അതായത് ജീവൻ നൽകേണ്ടി വന്നാലും കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്നും വിട്ടുമാറാതിരിക്കുക. പത്രോസിൻ്റെ മരണവിധത്തെക്കുറിച്ചുള്ള ഒരു പ്രവചനം കൂടിയാണ് യോഹന്നാൻ 21:18-19 വാക്യങ്ങളിൽ കർത്താവ് പറയുന്നത്. കർത്താവിനോടുള്ള ആഴമായ സ്നേഹനിമിത്തം ജീവനെ പോലും നൽകുവാൻ പത്രോസ് തയ്യാറാകും എന്ന് കർത്താവിന് അറിയാമായിരുന്നു. കർത്താവിന് വേണ്ടി ജീവൻ പോലും നൽകുവാൻ തയ്യാറായ പത്രോസ് റോമിൽ വെച്ച് ക്രൂശിക്കപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. പത്രോസിനെ ക്രൂശിപ്പാനായി തുടങ്ങുമ്പോൾ തൻ്റെ യജമാനെ പോലെ ക്രൂശിക്കപ്പെടുവാൻ തനിക്ക് അർഹതയില്ല എന്ന് പറഞ്ഞ് തന്നെ തലകീഴായി ക്രൂശിക്കണമെന്ന് പറഞ്ഞു എന്ന ചരിത്രം. താൻ രക്തസാക്ഷിയായി മരിക്കും എന്നറിഞ്ഞപ്പോൾ പത്രോസ് യേശു വളരെയധികം സ്നേഹിച്ച യോഹന്നാന് എന്തു സംഭവിക്കും എന്നറിയുവാൻ താല്പര്യമുണ്ടായി. അതുകൊണ്ട് പത്രോസ് ചോദിക്കുകയാണ്, കർത്താവേ, യോഹന്നാൻ എന്ത് സംഭവിക്കും? പത്രോസിൻ്റെ ജിജ്ഞാസയെ കർത്താവ് ഇല്ലാതാക്കുന്നില്ല. കർത്താവ് പറയുന്നത്, ഒരുവൻ ജീവിക്കുന്നതും മരിക്കുന്നതുമെല്ലാം എൻ്റെ ഹിതത്തിൽപ്പെട്ട കാര്യമാണ്. നീ അത് അറിയേണ്ട ആവശ്യമില്ല. നീ എന്നെ അനുഗമിച്ചാൽ മാത്രം മതി. യോഹന്നാൻ 21:22. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവിയെക്കുറിച്ച് നമുക്കൊന്നും പറയുവാൻ കഴിയില്ല. അത് കർത്താവിനറിയാം. അതുകൊണ്ട് നാം ചെയ്യേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ. കർത്താവ് നമ്മെ ഏൽപ്പിച്ച വേല പൂർത്തീകരിക്കുകയും കർത്താവിനെ അനുഗമിക്കുകയും ചെയ്യുക. പത്രോസിനോടുള്ള യേശുവിൻ്റെ മറുപടി നമുക്ക് ബാധകമാണ്. ദൈവത്തിന് ഇഷ്ടമുള്ള വിധത്തിൽ ഓരോരുത്തരോടും ചെയ്യുവാനുള്ള അധികാരം അവനുണ്ട്. അത് ചോദ്യം ചെയ്യുവാൻ നാം ആരാണ്? നമുക്ക് എന്തു വേണമെന്നുള്ളത് കർത്താവിനറിയാം. മറ്റുള്ളവർക്ക് കർത്താവ് എന്ത് നൽകുന്നു എന്നത് നാം അറിയേണ്ട ആവശ്യമേ ഇല്ല. സുഖമോ ദുഃഖമോ എന്തു തന്നെ കർത്താവ് നമുക്ക് നൽകിയാലും അത് സന്തോഷത്തോടെ സ്വീകരിക്കുക. അതുമാത്രമാണ് നാം ചെയ്യേണ്ടത്. പത്രോസിനോട് യേശു പറയുന്നത്, ഞാൻ അവന് എനിക്കിഷ്ടമുള്ളത് നൽകും, നന്മകൾ നൽകും, ആയുസ്സ് നീട്ടിക്കൊടുക്കും, സമ്പത്ത് നൽകും. അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല. മറ്റുള്ളവരുടെ കാര്യം നീ നോക്കേണ്ട കാര്യമില്ല. നീ എന്നെ അനുഗമിച്ചാൽ മാത്രം മതി. അതേ നാം നോക്കേണ്ടത് മറ്റുള്ളവരുടെ മുഖത്തേക്കല്ല, യേശുവിൻ്റെ മുഖത്തേക്കാണ്.
മറ്റുള്ളവരെ നോക്കിയുള്ള ജീവിതമാണെങ്കിൽ ജീവിതം തന്നെ പരാജയമായി തീരും. വിശ്വാസി നിൽക്കുന്നതും വീഴുന്നതുമെല്ലാം കർത്താവിന് വേണ്ടിയാണ്. നമ്മുടെ ഉയർച്ച, താഴ്ച, സമ്പത്ത്, ദാരിദ്ര്യം, സൗഖ്യം, രോഗം എല്ലാം കർത്താവിനറിയാം. അതുകൊണ്ട് നാം ചെയ്യേണ്ടത് എന്തു സംഭവിച്ചാലും കർത്താവിനെ അനുഗമിക്കുക എന്നത് മാത്രമാണ്. കർത്താവിനെ കൂടാതെയുള്ള സ്ഥാനവും സമ്പത്തും ഒന്നും നിലനിൽക്കില്ല. ലോകപ്രകാരമുള്ള മേന്മ മറ്റുള്ളവരെ അപേക്ഷിച്ച് നമുക്ക് കുറവാണെങ്കിലും അതിൽ അസ്വസ്ഥരാകേണ്ടതില്ല. എല്ലാറ്റിലും മതിയായവനായ യേശു കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തോടുകൂടി തല ഉയർത്തി തന്നെ നിൽക്കണം. മറ്റുള്ളവരെ നോക്കുവാനുള്ള പരീക്ഷയിൽ വീഴാതെ ഉയർച്ചയും താഴ്ചയും എല്ലാം എൻ്റെ കർത്താവിന് വേണ്ടി എന്ന നിശ്ചയത്തോടെ യേശുവിനെ അനുഗമിക്കണം. ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മോട് പറയുന്നു, നീ എന്നെ അനുഗമിക്കുക. കർത്താവേ, മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കും എന്ന് ചിന്തിക്കാതെ നിന്നെ അനുഗമിക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ. ആമേൻ. To me.